പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ പ്രതിക്കൂട്ടിലാക്കി സിഐയുടെ ആത്മഹത്യാക്കുറിപ്പ്. 2 ആഴ്ച മുൻപ് ആത്മഹത്യ ചെയ്ത സിഐ ബിനു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പിലാണ് ഡിവൈഎസ്പിയുടെ പേരുള്ളത്. ഡിവൈഎസ്പി ഉമേഷിനെതിരെയാണ് ആരോപണം. ആയിഷത്തുൽ ഷംനയുണ്ട് പാലക്കാട് നിന്ന്. ഷംന, എന്തൊക്കെയാണ് ഈ ആത്മഹത്യാക്കുറിപ്പിലെ പരാമർശങ്ങൾ? ഉന്മേഷ്, കഴിഞ്ഞ നവംബർ 15-നാണ് ഈ ചെർപ്പുളശ്ശേരി CA ആയ ബിനു തോമസ് ആത്മഹത്യ ചെയ്യുന്നത്. അന്ന് 32 പേജുള്ള ആത്മഹത്യ കുറിപ്പാണ് കണ്ടെത്തിയത്. പക്ഷേ അതേക്കുറിച്ചുള്ള ഒരു വിവരവും പോലീസോ അന്വേഷണ സംഘമോ പുറത്തുവിട്ടിരുന്നില്ല. ഇത്രയും ദിവസമായിട്ടും നമ്മൾ പല ഘട്ടങ്ങളിലായി ആത്മഹത്യ കുറിപ്പിലെ വിവരങ്ങൾ തേടാൻ ശ്രമിച്ചിരുന്നെങ്കിലും അതൊന്നും ലഭ്യമായിരുന്നില്ല. ഇപ്പോൾ ഈ അന്വേഷണ സംഘം കോടതിയിൽ ഈ അന്വേഷണ റിപ്പോർട്ടും ഒപ്പം തന്നെ ഈ ആത്മഹത്യാ കുറിപ്പും സമർപ്പിച്ചിട്ടുണ്ട്. ഇതിലാണ് ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് നേരെ ഗുരുതരമായ വെളിപ്പെടുത്തലുള്ളത്. അതായത് 2014-ൽ ഈ പാലക്കാട് സർവീസിലിരിക്കെ ഈ പറയപ്പെടുന്ന ഡിവൈഎസ്പി ഉമേഷും ഒപ്പം തന്നെ ഈ ചെർപ്പുളശ്ശേരി CA ആയിരുന്ന ബിനു തോമസും അന്ന് ഇരുവരും പാലക്കാട് സർവീസിലായിരുന്നു. അന്ന് അനാശാസ്യത്തിൽ പിടിക്കപ്പെട്ട ഒരു യുവതിയെ അന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അതിനുശേഷം ഉടൻ തന്നെ പറഞ്ഞയച്ചു. പിന്നീട് ആ യുവതിയുടെ വീട്ടിൽ പോയി അന്ന് രാത്രി തന്നെ ഈ ഉമേഷ് പീഡിപ്പിച്ചു, ആ യുവതിയെ പീഡിപ്പിച്ചു എന്നാണ് ഈ ആത്മഹത്യാ കുറിപ്പിലുള്ളത്. അന്ന് ഈ ബിനു തോമസിനെയും ഇത്തരത്തിൽ നിർബന്ധിച്ചു, പലവട്ടമായി അന്ന് ബിനു തോമസിനെയും നിർബന്ധിച്ചു. പക്ഷെ പിന്നീട് അന്നൊന്നും ഈ ബിനു തോമസ് അതിന് തയ്യാറായില്ല. പക്ഷെ പിന്നീട് ഇതിനെ തുടർന്നുള്ള ഒരു മാനസിക സമ്മർദ്ദം ഈ ജോലിയിലുടനീളം ഇത്രയും കാലമായി ഉണ്ടായിരുന്നു എന്നാണ് ഈ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത്. നേരത്തെ തന്നെ ഈ ഉന്മേഷിന് ഈ ബിനു തോമസിന് ചില ജോലി സമ്മർദ്ദം മൂലമുണ്ടായ ചില കാരണങ്ങളാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന ഒരു സൂചനയൊക്കെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള ഗുരുതര വെളിപ്പെടുത്തൽ, ഈ ആത്മഹത്യാ കുറിപ്പിലെ വിവരങ്ങൾ പുറത്തു വരുന്നത്. 2014-ൽ സർവീസിലിരിക്കെ ഇത്തരം ഒരു കാര്യമുണ്ടായി. നിലവിൽ കോഴിക്കോട് ഡിവൈഎസ്പി ആയ ഉമേഷിനെതിരെയാണ് ആ വെളിപ്പെടുത്തലുള്ളത്. ഇയാൾ അനാശാസ്യത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ പീഡിപ്പിക്കാൻ അന്ന് ബിനു തോമസിനെ നിർബന്ധിക്കുന്നു. പിന്നീട് അതേ തുടർന്ന് മാനസിക സമ്മർദ്ദത്തിലായതിനു ശേഷമാണ് ഈ ആത്മഹത്യ, അതാണ് ഈ ആത്മഹത്യക്ക് നയിച്ചത് എന്നാണ് ഈ 32 പേജുള്ള ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത്. എന്തായാലും അന്ന് ഈ നവംബർ 15-ന് വിശ്രമിക്കാനായി പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് പോയ ബിനു തോമസിനെ തിരികെ എത്താത്തതിനെ തുടർന്നാണ് സഹപ്രവർത്തകർ അന്വേഷിച്ച് ചെല്ലുന്നതും അന്ന് ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നതും. അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ എന്തായാലും ഈ ഗുരുതര വെളിപ്പെടുത്തൽ പുറത്തു വരുന്നത്. ഉന്മേഷ്, എന്തായാലും അന്വേഷണ സംഘം ഇപ്പോൾ ഈ കോടതിക്ക് മുമ്പാകെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ആത്മഹത്യാ കുറിപ്പും സമർപ്പിച്ചിട്ടുണ്ട്. ഉന്മേഷ്, ശരി. ആത്മഹത്യ ചെയ്ത CAയുടെ ആത്മഹത്യാക്കുറിപ്പിലെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ അത് ഡിവൈഎസ്പിക്കെതിരെയുള്ള ഗുരുതര ആരോപണങ്ങൾ കൂടി അതിന്റെ ഭാഗമാകുന്നുവെന്നാണ് ഇപ്പോൾ ആയിഷത്തുൽ ഷംന റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.